വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിനി ഫ്രെയിം മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് കാർട്ടൂൺ മിനി ഫ്രെയിം മേക്കിംഗ് വീഡിയോ. ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് കാർട്ടൂൺ ഫ്രെയിംസ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനുള്ള ഫോട്ടോ കാർട്ടൂൺ ടൈപ്പ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ആപ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ടൂൺമി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ടൈപ്പ് കാർട്ടൂൺ പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മുകളിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടോപ്പിലാണ് കേട്ടോ നോക്കുന്നത്. ശേഷം നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കാർട്ടൂൺ ആയി കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കട്ടൗട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. ഇനി എറൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എറൈസ് ചെയ്ത് കളയാം. തല മാത്രം മതി നമുക്ക്. എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിന് അടുത്തതായിട്ട് നമുക്ക് കാർട്ടൂൺ പിക്ചേഴ്സ് വേണം. അപ്പോൾ അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ടീച്ചേഴ്സ് കാർട്ടൂൺ ഇമേജ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോട്ടോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ബ്ലാങ്ക് സെലക്ട് ചെയ്യുക. ബ്ലാങ്ക് സെലക്ട് ചെയ്തിട്ട് ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് വേണ്ട 2 ഫോട്ടോസും ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഫോട്ടോസ് സെറ്റാക്കി വെച്ചിട്ട് ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് A3 ഷീറ്റിൽ എങ്ങനെയാണ് സെറ്റാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് താഴെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് A3 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇനി അപ്ലോഡ്സിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു A3 ഷീറ്റിൽ 12 മിനി ഫ്രെയിംസിനുള്ള ഫോട്ടോസാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഫോട്ടോസ് സെറ്റാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഫോട്ടോസ് സെറ്റാക്കി കഴിഞ്ഞാൽ മുകളിൽ ഡൗൺലോഡിൽ പോയിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റിൽ കാണിച്ച ഫ്രെയിംസിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ A3 സൈസിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രിൻറ്റ്. A3 ഷീറ്റിൽ 12 ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 16 ഫ്രെയിംസ് ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു A3 ഷീറ്റിൽ 12 ഫോട്ടോസ് എടുത്തു. മറ്റേ A3 ഷീറ്റിൽ 4 ഫോട്ടോസും അതുപോലെ തന്നെ വേറെ കുറച്ച് ഫ്രെയിംസിൻ്റെ വർക്ക് കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻ്റ് എടുത്തു. ഇത് ഞാൻ ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു A3 ഷീറ്റിന് 60 റുപ്പീസാണ് ചാർജ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിംസ് ഇതാണ് കേട്ടോ. ഇതിന് 50 റുപ്പീസൊക്കെയാണ് റേറ്റ് വരുന്നത്. ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഷോപ്പിൽ ഓൺലൈൻ ഡെലിവറി ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് പേജസിൽ മിനി ഫ്രെയിംസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രെയിംസൊക്കെ ഓരോ ഷോപ്പിലും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഫ്രെയിംസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിൽ ഒരു ഫ്രെയിം മാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും ടൂൺമി ആപ്പിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.